എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കണോ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും സമയം പോലെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. അതുപോലെ തന്നെ കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുവാണെങ്കിൽ നമുക്കൊരു ഉപകാരമായിരുന്നേ. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണുമ്പോഴേ അറിയാം, നമ്മളെല്ലാം നമ്മുടെ ഭിത്തിയിലൊക്കെ ഹാങ് ചെയ്തേക്കണേ എല്ലാം വാരി പറക്കുമല്ലേ, എല്ലാം വാരി വെട്ടിക്കൊണ്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. എങ്ങനെയാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസിനൊക്കെ നമുക്ക് ഫുൾ വീഡിയോ കാണാവേ. ഈ ഫോട്ടോസ് എന്താ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഇത് തറവാട് വീടാണേ. അപ്പോൾ എല്ലാവരുടെയും മാരേജ് കഴിഞ്ഞ ഫോട്ടോസും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കൊച്ചുമക്കളുടെയും എല്ലാവരുടെയും ഉണ്ട്. ഇത് നമ്മുടെ എഡ്വിൻകുട്ടൻ്റെ 1 ഇയർ ആയിപ്പോയുള്ള അന്നേരത്തെ ബർത്ത്ഡേയുടെ കലണ്ടർ കേട്ടോ. ഞാൻ 2 കുട്ടിമണീസിൻ്റെ ഫോട്ടോസൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആരാന്ന് നിങ്ങളൊന്ന് പറയണേ. ഇത് നമ്മുടെ 2 കുട്ടിമണീസിൻ്റെ ഫോട്ടോ കേട്ടോ. അപ്പോൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. നമ്മുടെ കാര്യം ഇതല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തപ്പോൾ ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. എല്ലാത്തിലും എന്നെ സഹായിക്കാനുള്ളത് പൊന്നൂസ് ഇതിലും എന്നെ സഹായിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഫോട്ടോസും കലണ്ടേഴ്സും ഒക്കെ ഇവിടെ ദിവാങ്കോട്ടയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം മാറ്റി വയ്ക്കുവാണേ. അവൾ ഓരോന്ന് കൊണ്ടുപോയി എടുത്ത് വെക്കണ്ട കേട്ടോ, സൂക്ഷിച്ചെല്ലാം കൊണ്ടുപോയി വെക്കണ്ട കേട്ടോ. ഇപ്പോൾ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ആയി കാണുമല്ലേ എന്താ ഇന്നത്തെ പരിപാടി എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഫുൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ പരിപാടിയുടെ മുന്നോടിയായിട്ടുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടു, അടുക്കി ഒതുക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കിടക്കുകയൊക്കെ വേണമല്ലോ. അതുപോലെ തന്നെ ഭിത്തിയിൽ ഹാങ് ചെയ്തേക്കണേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റു റൂമിലേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മളൊന്ന് ഭിത്തിയൊക്കെ ഒന്ന് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കളയുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഭിത്തിക്കൊക്കെ ചെറിയ ഹോളൊക്കെ കിടക്കണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പൊട്ടി വെച്ച് അടച്ചെടുക്കണേ കേട്ടോ ഈ കാണുന്നത്. പൊട്ടിയൊക്കെ മേളിലൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും ഈ ഭിത്തിയിൽ നല്ല പണിയായിട്ട് പൊന്നൂസ് വന്നേക്കണേ. ഇത് നന്നായിട്ട് വരച്ച് അവളൊരു 2 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് നല്ല ഭിത്തിയിലായിരുന്നു കേട്ടോ വരയൊക്കെ. ഇപ്പം എല്ലാം ബുക്കിൽ വരയും കുറിയും പടവരയൊക്കെ കേട്ടോ. ഇത്ര നാളും അങ്ങനെയല്ലായിരുന്നു. 2 വയസ്സ് തൊട്ട് നമ്മുടെ ഭിത്തിയിലാണ്. ഭിത്തി അതുകൊണ്ട് ഭയങ്കര കുളമായിട്ടാട്ടോ ഇരിക്കണേ. അതുകൊണ്ട് എല്ലാം ഒന്ന് മാച്ച് കളയേണ്ട വന്നു. സ്കെച്ചും കൊണ്ട് വരച്ചു നോക്കിയുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ നല്ല ബ്രഷിനും ചകിരിക്കൊക്കെ തൂത്തിട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നല്ല ഫുള്ളായിട്ട് അങ്ങ് പോകണില്ല. ഫുള്ള് പോയില്ലെങ്കിൽ ഇത് പെയിൻറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു മാർക്ക് പോലെ ഇരിക്കില്ലേ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകേണ്ടതായിട്ട് വന്നു കേട്ടോ. ബാക്കി എല്ലാ തൂക്കലും വരക്കലൊക്കെ കഴിഞ്ഞിട്ട് മേളിൽ പെയിൻ്റ് അടിക്കാൻ തുടങ്ങി കേട്ടോ. മേളൊന്ന് അടിക്കാൻ ഇത്തിരി ഒരു വിഷയം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കഴുത്ത് അല്പം വയ്യാണ്ടിരിക്കുമായിരുന്നു. കഴുത്തിന് വേദനയായിട്ട് തിരിക്കാൻ വയ്യാണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മേളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു. അവിടെയും നമുക്ക് പൊന്നുകുട്ടി ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാക്കി കേട്ടോ. എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെയിൻറ്റ് വലിയ മുകളിലൊക്കെ അടിക്കുമ്പോൾ താഴേക്ക് വലിയ ചാടിയാലേ കണ്ണിലോ അങ്ങനെ വല്ലതൊക്കെ ചാടി ആകപ്പാടെ വിഷയമാവില്ലേ. അവളോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ അവൾ എന്താ മാറി നിൽക്കില്ല. ഈ പൊടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചില ഇറിറ്റേഷനോ അലർജിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചില വിഷയങ്ങളൊക്കെ ആവില്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ സെറ്റ് ചെയ്യൽ എൻ്റെ അടുത്ത് ഞാൻ കാണാൻ പാകത്തിന് ഇരുത്തി. മേളൊന്ന് അടിച്ചപ്പോൾ ഇത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഭിത്തിയിൽ അടിക്കുമ്പോൾ അത്ര വലിയ വിഷയമല്ല. സ്മൂത്തായിട്ട് അങ്ങ് നമ്മുടെ റോളറൊക്കെ അങ്ങ് പോയി പെയിൻറ്റൊക്കെ നല്ല സ്മൂത്തായിട്ട് ആവണ്ട കേട്ടോ. ഞാൻ നോക്കിയിട്ട് വലിയ വിഷയമൊന്നുമില്ല. ഏറ്റവും പെർഫെക്റ്റായിട്ടൊന്നും അടിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം വൃത്തികേട് ഒക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ എന്ന് വരുത്തിയാണ് ഇപ്പോൾ ഈ പെയിൻറ്റൊക്കെ ഒന്ന് അടിച്ചിട്ടോ. കാരണം പൊന്നൂസ് വരയും കുറിയും തുടങ്ങി പിന്നെ നമ്മളങ്ങനെ പെയിൻ്റ് അടി ഒന്നും നടത്തിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പം അത്യാവശ്യം അവൾ ഭിത്തിയിലൊന്നും അങ്ങനെ വരയ്ക്കണ കാണാറില്ല. അവൾ ബുക്കിലാണ് വരയ്ക്കണത്. അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് നീറ്റായിട്ട് കിടക്കുമല്ലോ എന്ന് കരുതി അടിക്കണേ കേട്ടോ. ഞാനിതിന് മുമ്പ് പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മതിൽ ഫുൾ അടിച്ച് തീർക്കണമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയ പാടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. മേളിലൊക്കെ അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വരും.
ഒന്നും താഴെയൊക്കെ നമ്മൾ ഈ ഇട്ടാവട്ടത്തിലല്ലേ അടിക്കണുള്ളൂ, അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ. നമ്മൾ പ്രൊഫഷനായിട്ട് ചെയ്യണമൊന്നും അല്ലല്ലോ. കുറച്ച് നമ്മുടെ സമയവും സൗകര്യം അതുപോലെ തന്നെ നമ്മുടെ മടുപ്പും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നണം കേട്ടോ. എൻ്റെ ഈ വീഡിയോയെ ആ ഫീൽഡിലുള്ള ആരെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ദയവായി ചീത്ത പറയരുത് കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യമൊന്ന് ചെയ്ത് പോണേ കേട്ടോ. അല്ലാണ്ട് ഒത്തിരി വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അറിയാവുന്ന പോലെ അങ്ങ് അടിച്ചു വിടണം, അത്രേ ഉള്ളൂ. ഈ ഇതുപോലത്തെ റോളർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സ്ഥലം കവർ ചെയ്ത് പോകും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ബ്രഷും കൊണ്ട് അടിക്കാനിരുന്ന ഇത്ര ഒന്നും പ്ലേസ് കവർ ചെയ്ത് പോകില്ല. ഇത് ഞാൻ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ചെയ്യണേ. അപ്പോൾ എഡ്വിൻ ഒന്ന് വന്നേക്കാളും മുമ്പ് ഈ സൈഡൊന്ന്, ഈ ഹാളിൻ്റെ ഈ സൈഡൊന്ന് കവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പുറം സൈഡും കൂടെ കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇന്ന്. അതുകൊണ്ടാണ് പെട്ടെന്ന് അടിക്കണേ. ഏകദേശമൊക്കെ മടുത്തു കേട്ടോ. എന്നാലും ഇതൊന്നും ഇത്ര ഒന്നും നമ്മുടെ ഒരു ലക്ഷ്യമല്ലേ. നമ്മൾ ഇത്ര ഒന്ന് പ്ലാൻ ചെയ്ത് അത്ര ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് സങ്കടം വരില്ലേ. ഇങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് പഠിച്ചോട്ടോ. മറ്റ് എന്തെങ്കിലും ഫർണിച്ചർ കൂടെ അതുപോലെ താഴെ ടൈലിലൊക്കെ ചാടി ഇത് പോവില്ല. അപ്പോൾ ഞാൻ താഴെ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചാട്ടോ ഇട്ടെ. അതുകൊണ്ട് തെന്നി വീഴാണ്ടൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ താഴെ പകുതി ടൈൽ ഒട്ടിച്ചേക്കണേലൊക്കെ വീണാലുണ്ടല്ലോ, അത് ഒലിച്ച് പോകുമ്പോൾ അതൊന്ന് നനച്ച് ഞാനൊരു തുണി നനച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് തുടച്ചെടുക്കാൻ. ചോറൂണ് കഴിഞ്ഞ് പൊന്നൂസിനെ ഉറക്കിയിട്ടാട്ടോ ഞാൻ പരിപാടി ചെയ്തത്. അല്ലെങ്കിൽ കാര്യം നടക്കില്ല. അവളിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിടുമ്പോൾ ആദ്യമൊക്കെ ഞാൻ അടിച്ചത് ടൈലിൽ ഉണങ്ങി പിടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ബ്ലേഡും കൊണ്ട് ചിരണ്ടി കളയുക ചെയ്തത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാൽ പിന്നെ ടൈലിൽ പിടിക്കില്ലല്ലോ. അതുകൊണ്ട് വെള്ളം ഒഴിച്ചിടുമ്പോൾ പിന്നെ പൊന്നൂസ് അതിലാണെന്ന് തെന്നി വീഴുമല്ലോ. അതുകൊണ്ട് പൊന്നൂസിനെ വേഗം പിടിച്ച് കിടത്തി ഉറക്കി. അവളങ്ങ് ഉറങ്ങിയോണ്ട് സ്വസ്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കും എഡ്വിൻ വന്നായിരുന്നു കേട്ടോ. എഡ്വിൻ വന്ന് ഇന്ന് യാതൊരു താമസവും ഇല്ല. പടയെന്ന് യൂണിഫോമൊക്കെ മാറിയിട്ടു കേട്ടോ. ഒരു താമസവും വന്നില്ല. പെട്ടെന്ന് ഞൊടിയിടയിൽ മാറിയിട്ടോ. അല്ലെങ്കിൽ ഞാൻ എഡ്വിനെയും മാറിയിടെന്ന് പറഞ്ഞാൽ മാത്രമാണ് മാറിയിടുള്ളൂ. കാപ്പ് കുടിക്കാൻ വന്നിട്ടാട്ടോ വരുവുള്ളൂ. അങ്ങനെ കാപ്പ് കുടിക്കണമെന്നൊന്നും ഇല്ല, വിശപ്പേ ഇല്ല ഇപ്പോൾ പിള്ളേർക്ക്, അങ്ങനെയല്ലേ. അപ്പോൾ വന്നതേ വേഗം എൻ്റെ കയ്യിൽ നിന്ന് റോളറൊക്കെ വാങ്ങിച്ചു വേഗം പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇവന് മതിലടിക്കുമ്പോഴൊക്കെ ഇവനങ്ങനെ അടിക്കാൻ കൂടാറുള്ളതാണ്. അതുകൊണ്ട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വലിയ മടുത്ത് പോവില്ലല്ലോ. ഒത്തിരി പോർഷനൊന്നും അടിക്കില്ല, കുറച്ച് പോർഷൻ അടിക്കുള്ളൂ. എന്നാലും അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോർഷൻ അത്രയും കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയല്ലേ നമ്മുടെ പണി കിടക്കണത്. ആദ്യം വെള്ളം ഒഴിക്കണതിന് മുമ്പ് കുറേ പെയിൻസൊക്കെ നിലത്തെ കൂടെ ചാടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ ബ്ലേഡും കൊണ്ട് ഒന്ന് ചിരണ്ടിയിട്ട് ഇനി ഇത് അടിക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്യണ്ടേ. പെയിൻറ്റിൻ്റെ ഒക്കെ അംശമുള്ളതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ചീത്തയാവുണ്ട് കേട്ടോ. അപ്പോൾ 2-3 നിറത്തൊക്കെ തുടയ്ക്കേണ്ട വന്നു കേട്ടോ. എന്നാലും നമ്മുടെ വീടൊന്നും വൃത്തിയായി കിടക്കണം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അന്നേരത്തേക്ക് നമ്മുടെ പൊന്നൂസൊക്കെ എണീറ്റ് വന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം തുടച്ചെടുക്കും കേട്ടോ. പൊന്നൂസും എഡ്വിനും കൂടെ പുറത്ത് കളിക്കാൻ വിട്ടു. ഇതിനിടയ്ക്ക് നമ്മുടെ പൊന്നൂസിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ രാവിലെ എടുത്തിട്ട് പകലെടുത്തിട്ട് ഈവനിങ്ങിലായിട്ട് വോയിസ് ഓവർ ചെയ്യണേ. അന്നേരം ഈ പൊന്നൂസ് വന്നിരുന്ന് ഇങ്ങനെ വർത്താനം പറയണേ കേട്ടോ. വർത്താനോ പാട്ടൊക്കെ പാടണയാണ്. അതുകൊണ്ടാട്ടോ ഈ സൗണ്ടൊക്കെ കേൾക്കണേ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുത്തുന്നു. ഇതിൻ്റെ ബാക്കി ചെയ്യാനുണ്ട്. അതിനി ഒരു വീഡിയോ ആയിട്ട് ഇടുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻസിലിടണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നാളെ കാണാം.